ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, അണ്ടുവട്ടം 26-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗമായ സങ്കീർത്തനങ്ങൾ 146-ന്റെ 7-ാമത്തെ വചനം ഇപ്രകാരമാണ്: കർത്താവ് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവിന് നീതി എപ്രകാരമാണ് എന്നാണ് ഇന്നത്തെ തിരുവചന ഭാഗത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇന്നത്തെ 1-ാമത്തെ വായനയായ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തില് സാമൂഹിക തിന്മകളാൽ ദൈവസന്നിധിയിൽ നകന്നുപോയ ഇസ്രായേൽ ജനത്തെയും അവരിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്ന ദൈവിക ക്രോധത്തെ പറ്റിയുള്ള മുന്നറിയിപ്പുമാണ് ആമോസ് പ്രവാചകൻ നൽകുക. പ്രവാചകന്മാരുടെ ഗണത്തിൽ സാമൂഹിക നീതിയുടെ പ്രവാചകൻ എന്നാണ് ആമോസ് പ്രവാചകൻ അറിയപ്പെടുക. ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിൽ നടമാടിയിരുന്ന എല്ലാവിധ തിന്മകളെയും സാമൂഹികപരമായ തിന്മകളെയും ഒക്കെ എതിർക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് മാറിയവനാണ് ആമോസ് പ്രവാചകൻ. തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന തിന്മകളിലൂടെ ദൈവത്തിൽ നിന്നും അകന്നുപോയ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ദൈവിക ക്രോധം എപ്രകാരം കടന്നു വരുമെന്ന് ആമോസ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, സാമൂഹിക തിന്മകളുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്നുള്ള വലിയ ചിന്തയും ഇന്നത്തെ 1-ാമത്തെ വായന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. ഇന്നത്തെ 2-ാമത്തെ വായനയായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ധനമോഹത്തെ പറ്റിയുള്ള ചിന്തകൾ. അതും ഒരു സാമൂഹിക തിന്മയായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. വ്യാജ പ്രവാചകന്മാർ എന്ന തലക്കെട്ടിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ ദൈവഭക്തിയെ ധനമോഹത്തിനായിട്ട്, ദൈവഭക്തിയെ ധനലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളെപ്പറ്റി. എന്നാൽ ഇന്നത്തെ തിരുവചനത്തിൽ ഇന്നത്തെ 2-ാമത്തെ വായന ആരംഭിക്കുക ദൈവിക മനുഷ്യൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ദൈവിക മനുഷ്യനാകുവാനുള്ള വലിയൊരു സന്ദേശമാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസവും സ്നേഹവും സൗമ്യതയും വിശ്വസ്തതയിലുമൂടെയൊക്കെയുള്ള പുണ്യങ്ങളിലൂടെ എപ്രകാരം ദൈവിക മനുഷ്യനായിട്ട് നമ്മൾ തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടും സൗഹൃദത്തോടും സന്തോഷത്തോടും ഒക്കെ പെരുമാറിക്കൊണ്ടും ഇടപെട്ടുകൊണ്ടുമൊക്കെ ദൈവിക മനുഷ്യനായി തീർന്നുകൊണ്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുവാനായിട്ടുള്ള ഒരു വലിയ സന്ദേശവും പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ 2-ാമത്തെ വായനയിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഏവർക്കും സുപരിചിതമായ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ് കർത്താവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക. കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അവിടെ തൻ്റെ ജനത്തോട് സംസാരിച്ചത് ഉപമകൾ വഴിയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെ എടുത്തുകൊണ്ടാണ് അവിടെ തൻ്റെ പ്രബോധനങ്ങൾ തൻ്റെ ജനങ്ങൾക്ക് നൽകിയത്. ആ ഉപമകളിലൊന്നും കർത്താവ് പ്രത്യേകമായ പേരുകളോ ഒന്നും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ഉപമയിൽ പേര് പറഞ്ഞ് പരാമർശിക്കുന്ന ഒരൊറ്റ ഭാഗമേ ഉള്ളൂ. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ലാസർ എന്നുള്ള പേര്. മറ്റൊരു ഉപമയിലും കർത്താവ് ഉപമയിലെ വ്യക്തികളുടെ പേര് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിലെ ലാസർ എന്ന പദത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരർത്ഥമുണ്ട്. ദൈവം സഹായിച്ചു എന്നതാണ് ഈ പദത്തിൻ്റെ അർത്ഥമെന്നത്. ആരും സഹായിക്കാനില്ലാതെ ധനവാന്റെ പടിവാതിക്കൽ കിടന്ന ദരിദ്രനായ ഒരു മനുഷ്യനെ ദൈവം എപ്രകാരം സഹായിച്ചു എന്നത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സഹായം എപ്രകാരം നമ്മിലേക്ക് കടന്നു വരുമെന്ന് തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലാസറിൻ്റെ ധനവാന്റെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ധനവാൻ തൻ്റെ ജീവിതത്തിൽ തിന്മകളൊന്നും ചെയ്തതായിട്ട് ഇവിടെ പരാമർശിക്കുന്നില്ല. പിന്നെയോ അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് തൻ്റെ പടിവാതിക്കലിരുന്ന
ലാസറിനെ അവൻ സഹായിച്ചില്ല എന്നുള്ളതാണ്. ഉപേക്ഷ മൂലം ചെയ്ത ഒരു തിന്മയാണ് അവനെ നരകത്തിലേക്ക് നയിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് നാം എപ്രകാരം തൽപരരാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ചുറ്റുപാടും പീഡകൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. ദുഃഖത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അവരെയൊക്കെ നമ്മെ കൊണ്ടാകുന്ന വിധത്തിൽ സഹായിക്കാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ ഞാൻ നിങ്ങളുമൊക്കെ വിനിയോഗിക്കാറുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ നീതി എപ്പോഴും ദരിദ്രരോടും പീഡ അനുഭവിക്കുന്നവരോടും കൂടെയാണെന്ന് തിരുവചന ഭാഗങ്ങളിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് എപ്പോഴും ചേർന്ന് നിന്നത് ദരിദ്രരോടും പീഡ അനുഭവിക്കുന്നവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ഒക്കെ കൂടിയാണ്. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ അവരോടൊക്കെയുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമായിരിക്കണം എന്ന് തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് സഹായമായി സംരക്ഷണമായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.